വലിയ വീട്ടിലെ വിവിധ പാത്രങ്ങൾ. 2 തിമോഥെയോസ് 2-ാം അധ്യായം 20-ാം വാക്യം. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയെ ഒരു വലിയ വീടായി ചിത്രീകരിച്ചിരിക്കുന്നു. ആ വീട്ടിൽ വ്യത്യസ്ത വസ്തുക്കളാൽ നിർമ്മിച്ച വ്യത്യസ്ത പാത്രങ്ങൾ ഉണ്ട്. സഭയിലെ അംഗങ്ങളെല്ലാവരും പാത്രങ്ങളാണ്. എന്നാൽ എല്ലാവരുടെയും ഉപയോഗം ഒന്നല്ല. പാത്രങ്ങളുടെ കൂട്ടത്തിൽ പൊൻപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും മരപ്പാത്രങ്ങളും മൺപാത്രങ്ങളുമുണ്ട്. അതായത് സഭയിൽ വ്യത്യസ്ത കഴിവുകളും ശുശ്രൂഷകളും സ്ഥാനങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളും ചിന്തകളും ഒക്കെ ഉള്ളവർ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നാൽ വസ്തുവല്ല, ഉപയോഗമാണ് പ്രധാനം. പാത്രത്തിൻ്റെ മൂല്യം അത് നിർമ്മിച്ച വസ്തുവല്ല, അത് ഉപയോഗിക്കപ്പെടുന്ന ഉദ്ദേശത്തിലാണ്. എല്ലാ പാത്രവും ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനായി ഉപയോഗിക്കുന്നു. ദൈവം പൊൻപാത്രങ്ങളെ മാത്രമല്ല, മൺപാത്രങ്ങളെയും ഉപയോഗിക്കുന്നു. ചിലത് മാനത്തിനും ചിലത് അപമാനത്തിനായും ഉപയോഗിക്കുന്നു. ഇത് സ്ഥാനത്തെക്കുറിച്ചോ പ്രശസ്തിയെക്കുറിച്ചോ അല്ല, ശുദ്ധിയെയും വിശുദ്ധിയെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മാനപാത്രമാകുക എന്നതാണ് ദൈവം നമ്മെ കയ്യിലേന്തുവാൻ ഉണ്ടാകേണ്ട യോഗ്യത. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നാം ഏത് പാത്രമാണ് എന്നതിലുപരി ദൈവത്തിന് മാനമുണ്ടാക്കുന്ന പാത്രമായി മാറുവാൻ ശ്രമിക്കണം.